നമുക്കിന്ന് ശങ്കരാചാര്യരും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ശങ്കരാചാര്യർ ആകാശമാർഗം ശൃംഗേരിയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഗുരുവായൂരിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വിപുലമായിട്ടുള്ള ആനഘോഷയാത്രയും എഴുന്നള്ളിപ്പൊക്കെ നടക്കുകയായിരുന്നു. അത് നോക്കി ശങ്കരാചാര്യർ ചിരിച്ചു. പക്ഷേ ഭഗവാനെ വണങ്ങാണ്ട് ക്ഷേത്രം കടക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴുകയും ഘോഷയാത്ര ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ മൂലയിൽ നിർത്തിവെക്കുകയും ചെയ്തു. സുഖം പ്രാപിച്ചപ്പോൾ ശങ്കരാചാര്യർ തൻ്റെ ആ ദിവ്യദൃഷ്ടിയിൽ ഭഗവാനെ കണ്ടു. തൻ്റെ വീഴ്ചയുടെ കാരണം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ശങ്കരാചാര്യർ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ഗോവിന്ദാഷ്ടകം എന്ന് പറയുന്ന കൃതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ കൃതി രചിച്ച് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു. 8 ശ്ലോകങ്ങളാണ് ഗോവിന്ദാഷ്ടകത്തിലുള്ളത്. അതുമാത്രമല്ല, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശങ്കരാചാര്യരാണ് ഇന്ന് കാണുന്ന പോലെ ക്ഷേത്രത്തിലെ പൂജാവിധികളും ആചാരങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. ഈ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഗുരുവായൂരിൽ വടക്കു പടിഞ്ഞാറ് മേൽക്കൂരയിൽ ഇപ്പോഴും ഒരു ചെറിയ ദ്വാരമുണ്ട്.